മാധ്യമങ്ങൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ എന്ന്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് ഇരട്ടിയായി മാറി. മനോരമയാണ് ഈ കാര്യം ഇളക്കിവിട്ടത് എന്ന് തന്നെ പറയാം. അവരുടെ ആദ്യ പേജിൽ സതീശന്റെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തോടൊപ്പം ക്യാപ്റ്റൻ എന്നവർ തലക്കെട്ട് കുറിച്ചതോടെയാണ് ചോദ്യങ്ങൾ പല രൂപത്തിൽ വന്നത്. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് ലീഡർ എന്നും വിളിച്ചു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ പറഞ്ഞു, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി അവിടെ വിജയിച്ചാൽ ആ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന്. അതിപ്പോൾ എന്താണ് സംശയം എന്ന് ചോദിച്ച് വി.ഡി. സതീശനെ തന്നെയാണ് ഉണ്ണിത്താനും ഉയർത്തി കാണിക്കുന്നത്. ഇനി അൻവറിനെ പോലെയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ നേതാക്കളെയും എല്ലാ കടമ്പകളെയും മറികടന്നുകൊണ്ടാണ് സതീശൻ അൻവറിനെ ഒഴിവാക്കിയത്. ഇതിൽ പരാജയപ്പെട്ടാൽ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ചൊരു വലിയ റിസ്കിലേക്ക് സതീശൻ പോയത്. ഇനി ഇതേ കാര്യം മറ്റൊരു രൂപത്തിലൂടെ പറയുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ മാങ്കൂട്ടം. അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ ക്യാപ്റ്റനോ ക്യാപ്റ്റനിസമോ ഇല്ല എന്ന് പറയുമ്പോഴും വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനാണ് മാങ്കൂട്ടം മാർക്ക് കൊടുക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, ക്യാപ്റ്റൻ ഇല്ല. വി.ഡി. സതീശൻ പക്ഷേ കഴിവ് തെളിയിച്ചു എന്ന് കരുതി ക്യാപ്റ്റൻ എന്ന് പറയണോ എന്നൊക്കെ ചോദിച്ചും പറഞ്ഞും സതീശൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് സ്ഥാപിച്ചു വെക്കുകയാണ് മാങ്കൂട്ടം. എന്നാൽ അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യവും അജണ്ടയും ഒക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ 2026 എന്നാക്കിയാൽ അടുത്ത CM സതീശൻ എന്ന് ഇപ്പോൾ തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റും. പിന്നെ മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ചിരിക്കുന്ന പല നേതാക്കളെയും ദൂരേക്ക് മാറ്റി നിർത്താനും പറ്റും. അതായത് ചെന്നിത്തലക്കെതിരെ ഇപ്പോൾ തന്നെ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ വരികയും അവിടെയൊക്കെ സതീശനെ പാടി പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ സതീശന്റെ ഗ്രാഫ് പിന്നെയും ഉയരുകയാണ്. ഇനി ഇതിനിടയിലേക്ക് ശാരീരിക പ്രശ്നം മൂലം കെ സുധാകരൻ വരില്ല. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകാൻ കാരണം. അങ്ങനെയാണ് സണ്ണി ജോസഫിന്റെ കടന്നുകയറ്റവും. ഇനി അടുത്തത് KC വേണുഗോപാൽ. അൻവർ വിഷയത്തിൽ KC ഇടപെടണമെന്ന് അൻവർ പറഞ്ഞിട്ടും കേരളത്തിൽ വിമാനമിറങ്ങിയ KCക്ക് പക്ഷേ അൻവറിനെ കാണാൻ സാധിച്ചില്ല. കാരണം സതീശൻ എടുത്ത തീരുമാനത്തിന് മുകളിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ KC വേണുഗോപാലിനും ആയില്ല എന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പും തെളിയിച്ചു. ഇവിടെയും സതീശൻ എന്ന ഒറ്റ പേരിലേക്കായി കാര്യങ്ങൾ. പിന്നെയുള്ളത് കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്നറിയാത്ത ഒരു തരൂരാണ്. ആ തരൂരിനെ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് തൽക്കാലം കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഓരോ നേതാക്കളെയും വെട്ടിവെട്ടി സതീശൻ മുന്നേറുമ്പോൾ 2026 സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് മാറും. മുറുമുറുപ്പുകൾ ഉണ്ട് എങ്കിലും സതീശൻ അതൊക്കെ ആളിക്കത്തിക്കാതെ നോക്കും. കാരണം ഷാഫി, മാങ്കൂട്ടം, ചാണ്ടി ഉമ്മൻ, PC വിഷ്ണുനാഥ് അടക്കം യുവനിര മുഴുവൻ സതീശന്റെ കൈപ്പിടിയിലാണ്. അയാള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന അയാളുടെ അയോഗ്യതയൊന്നും അല്ലല്ലോ. ഇവിടെ ചെറുപ്പക്കാർക്ക് അവസരം ഇല്ലാത്തൊരു സാഹചര്യം ഇല്ല. കോൺഗ്രസ് പാർട്ടി UDF എന്ന് പറയുന്നത് പ്രോപ്പർ ബ്ലെൻഡാണ്. ലീഡർഷിപ്പിന്റെ ഒരു പരിപൂർണമായ ബ്ലെൻഡിങ് ഇതിനകത്തുണ്ട്. ഇത്രയേറെ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ലോ, പ്രസ്ഥാനത്തിന്റെ ഫേസ് ആകാൻ റെസ്പോൺസിബിലിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന വേറൊരു പാർട്ടിയെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ എത്രയോ പ്രധാനപ്പെട്ട ഫേസ് ആകുന്ന ഉത്തരവാദിത്തങ്ങൾ, ഫേസ് ആകാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാനടക്കമുള്ള ചെറുപ്പക്കാർക്ക് ഈ പ്രസ്ഥാനം തരികയല്ലേ. അതിപ്പോ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ മികവ് കൊണ്ട് ആർജിച്ചെടുക്കുന്നൊന്നുമല്ലല്ലോ. എനിക്ക് പാർട്ടി തരുന്ന അവസരമാണ്. ഞാനടക്കമുള്ള ചെറുപ്പക്കാർക്ക് പാർട്ടി തരുന്ന അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കുറച്ചും കൂടെ ബോധ്യമുള്ളത്, നമുക്കൊരു സീറ്റിൽ ഇങ്ങനെ നിരന്തരമായി ജയിക്കുക എന്ന് പറയുന്നത്, ജനങ്ങളുടെ അംഗീകാരമാകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് അയോഗ്യതയല്ല എന്ന് മാത്രമല്ല, അതൊരു വലിയ യോഗ്യതയാണ്. ജനങ്ങൾ തുടർച്ചയായി നമ്മളെ ജയിപ്പിക്കുക, ജനങ്ങൾക്ക് തുടർച്ചയായി നമ്മളോടുള്ള അവരുടെ പ്രതിനിധിയാകാനായിട്ടുള്ളൊരു ഒരു മാൻഡേറ്റ് തന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ അതൊരു അയോഗ്യതയല്ല, യോഗ്യതയാണ്. അല്ല, അങ്ങനെ ഒരു ശതമാനത്തിന്റെ കാര്യമൊന്നുമല്ല. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയാലും അതിന്റെ വിന്നബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് വിന്നബിലിറ്റിയാണ്. അതിന്റെ മാനദണ്ഡമാകേണ്ടത് വിന്നബിലിറ്റിയാണ്. വിന്നബിലിറ്റിയുടെ റഡാറിൽ ഒരു ചെറുപ്പക്കാരനാണ് വരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന് അവസരം കൊടുക്കുക. വിന്നബിലിറ്റിയുടെ റഡാറിൽ ഒരു 90 വയസ്സുകാരനാണ് ഒരു വാർഡിൽ ജയിക്കുന്നതെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്? ആ സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ ജയിക്കില്ല. 90 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ജയിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രായം അതിനൊരു അയോഗ്യതയായി മാറുന്നത്? 90 വയസ്സുകാരനെ മത്സരിപ്പിക്കണം. വിന്നബിലിറ്റി ആകണം, മറ്റൊരു ഇൻട്രസ്റ്റും ആകരുത്. വിന്നബിലിറ്റി ആകണം തെരഞ്ഞെടുപ്പിന്റെ റഡാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അത് അവസരം അല്ല ഇപ്പൊ അങ്ങനെ അതാ പറഞ്ഞത്. അത് ആവശ്യം ഉള്ള ഘട്ടത്തിലാണല്ലോ പറയേണ്ടത്.
ഇപ്പൊ ആവശ്യം പോലെ ചെറുപ്പക്കാർ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉള്ളപ്പോൾ നമുക്കത് പറയേണ്ട ആവശ്യമില്ല. പാർട്ടി സ്വാഭാവികമായിട്ട് തരികയാണ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് താരതമ്യേന എല്ലാ കാലത്തും ചെറുപ്പക്കാർക്ക് വലിയ സ്വീകാര്യത ഈ കോൺഗ്രസിനകത്തുണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്ന് ചെറുപ്പക്കാർക്ക് തോന്നിയിരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പം തെരഞ്ഞെടുപ്പാണ് അതിന്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾ തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കൂ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ മാത്രം 12 പേര് വന്നു. 51 പുതുമുഖങ്ങൾ. കോൺഗ്രസ് ആകെ 90 സീറ്റിലോ മറ്റാണ് മത്സരിച്ചത്. അതിൽ 51 സീറ്റിൽ പുതുമുഖങ്ങൾ മത്സരിച്ചു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. എൻ്റെ തൊട്ട് മുൻഗാമിയായ ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോകുന്നു, ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, കുമാരി രമ്യ ഹരിദാസ് അടക്കമുള്ള കോൺഗ്രസ് മത്സരിക്കുന്ന ആകെ 14 സീറ്റ് അല്ലേ, 14 സീറ്റിൽ 4 പരിപൂർണമായി ചെറുപ്പക്കാർ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടു മുമ്പത്തെ ജനറേഷൻ മത്സരിക്കുന്നു. ഇനി ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോഴത്തെ പാർട്ടി പുനഃസംഘടന എടുത്തു നോക്കുമ്പോൾ പുതിയ PCC പ്രസിഡന്റായി ശ്രീ സണ്ണി ജോസഫ് വരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാറിനോടൊപ്പം 2 ചെറുപ്പക്കാരാണ്. എൻ്റെ തൊട്ട് മുൻഗാമിയും അതിൻ്റെ മുൻഗാമിയാണ് കോൺഗ്രസിൻ്റെ PCC വർക്കിംഗ് പ്രസിഡന്റുമാരാകുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് റോളുകളിലെല്ലാം പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് പദവികൾക്കപ്പുറം റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഹാൻഡ്ഫുൾ ഓഫ് ചെറുപ്പക്കാർക്ക് എല്ലാ പഞ്ചായത്തിൻ്റെയും ചുമതല കൊടുത്ത ചെറുപ്പക്കാർക്കല്ലേ. ഓരോ പഞ്ചായത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നൽകിയ ചെറുപ്പക്കാർക്കല്ലേ. അപ്പം പൊളിറ്റിക്സിൽ ഉത്തരവാദിത്തങ്ങളും പ്രധാനപ്പെട്ടതാണ്. ആവശ്യമുള്ള ചെറുപ്പക്കാർ കിട്ടുന്നുണ്ട്. അല്ലാതെ ശ്രീ VD സതീശൻ അതിനകത്ത് പങ്കാളിത്തമുണ്ട്. അതിനു മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കാളിത്തമുണ്ട്. അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോട് കൂടിയിട്ടുണ്ടായ മാറ്റമുണ്ട്. ശ്രീ KC വേണുഗോപാൽ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തിയതിന്റെ മാറ്റമുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാ മാറ്റങ്ങൾ ഒരു ടോട്ടൽ ചേഞ്ചാണ്.